നമസ്കാരം. ലോക ഭൂപടത്തിൽ ചിലയിടങ്ങൾ ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗം മാത്രമല്ല, മനുഷ്യരാശിയുടെ ജീവനാഡികളാണ്. അത്തരമൊരു ജീവനാഡിയാണ് ഹോർമൂസ് കടലിടുക്ക്. ഇന്ന് അവിടെ ഉയരുന്ന ഓരോ പുകയും വെറും യുദ്ധത്തിന്റെ സൂചനയല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയമിടിപ്പ് മന്ദഗതിയിലാകുന്ന ശബ്ദമാണ്. അമേരിക്കൻ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ ഹോർമൂസ് അടയ്ക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഒരു ഇടുങ്ങിയ കടൽപാത അടയുമ്പോൾ ലോകം മുഴുവൻ എങ്ങനെ ഇരുട്ടിലേക്കും അനിശ്ചിതത്വത്തിലേക്കും വീഴാമെന്നതിന്റെ ഏറ്റവും ഭീതിജനകമായ ഓർമ്മപ്പെടുത്തലിന്റെ ആഘാതം ലോകം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പിന് പിന്നാലെ ഇറാനിലെ വിവിധ നഗരങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തി. ഇതിന് തിരിച്ചടിയായി തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചു. ഈ മേഖലയിലൂടെയുള്ള എണ്ണക്കപ്പലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഗതാഗതവും തടയുമെന്ന് ഇറാൻ സൈനിക കമാൻഡ് അറിയിക്കുകയും ചെയ്തു. ഇറാനിലെ സിരിക്, മിനാബ് എന്നിവിടങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബന്ദർ അബ്ബാസ്, ഖഷംദീപ്, ഗോർഗൻ എന്നിവിടങ്ങളിലും സ്ഫോടനങ്ങൾ നടന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ പ്രകോപനങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ ആക്രമണം എന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ വാദം. ഇറാനിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്നും ഇത് ഇനിയും തുടരുമെന്നും പ്രതിരോധ സെക്രട്ടറി പീർ ഹെക്സത്ത് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ അവരെ ശക്തമായി ആക്രമിച്ചു എന്നും ഇന്നും അത് തുടരുമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണങ്ങളെ കുറിച്ച് പ്രതികരിച്ചത്. ഒരു പുതിയ കരാറിൽ ഒപ്പിടാൻ ഇറാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് അടച്ചാണ് ഇറാൻ പ്രതികരിച്ചത്. കടലിടുക്ക് ലംഘിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും ലക്ഷ്യമിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ വിലക്ക് ലംഘിച്ച് കടക്കാൻ ശ്രമിച്ച 2 കപ്പലുകളെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ആക്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ കപ്പൽ ഗതാഗതം ഇപ്പോഴും തടസ്സമില്ലാതെ തുടരുന്നു എന്നാണ് അമേരിക്കൻ അവകാശവാദം. ആക്രമണം നിർത്താൻ ഇറാൻ ഉദ്യോഗസ്ഥർ തന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടതായി ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഇറാൻ ഈ വാദം പൂർണ്ണമായും നിഷേധിക്കുകയും ഇത് ട്രംപിന്റെ വ്യാജ പ്രചരണമാണെന്ന് ആരോപിക്കുകയും ചെയ്തു. ഒരിടവേളയ്ക്കു ശേഷം വീണ്ടും ഇരു രാജ്യങ്ങളും സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ ആഗോള ഊർജ്ജ വിതരണത്തെയും സമുദ്ര വ്യാപാരത്തെയും ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ഹോർമൂസ് കടലിടുക്ക് ഒരു ജലപാത മാത്രമല്ല, ലോകത്തിന്റെ എണ്ണ ധമനിയാണത്. പശ്ചിമേഷ്യയിലെ എണ്ണയും പ്രകൃതിവാതകവും ലോക വിപണികളിലേക്ക് ഒഴുകുന്ന പ്രധാന കവാടം. ഇന്ന് ആ കവാടത്തിന് പൂട്ടുവീഴുകയാണെങ്കിൽ ആദ്യം കുതിച്ചുയരുക എണ്ണ വിലകളായിരിക്കും. ഇതിനകം തന്നെ സംഘർഷത്തെ തുടർന്ന് എണ്ണവില ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. ആഗോള ഊർജ്ജ വിതരണത്തിന് നിർണായകമായ ഈ കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഇറാന്റെ പ്രഖ്യാപനം വിപണികളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. പക്ഷേ പ്രശ്നം എണ്ണവിലയിൽ ഒതുങ്ങില്ല. ഒരു ബാരൽ എണ്ണയുടെ വില ഉയരുമ്പോൾ അതിന്റെ പ്രതിധ്വനി കേൾക്കുന്നത് പെട്രോൾ പമ്പുകളിൽ മാത്രമല്ല, അരിക്കടകളിലും പച്ചക്കറി മാർക്കറ്റിലും വിമാനത്താവളങ്ങളിലും ഫാക്ടറികളിലും സാധാരണ മനുഷ്യന്റെ അടുക്കളയിലും അതിന്റെ ആഘാതം പതിക്കും. ചരക്കുകപ്പലുകൾ വൈകും, ഗതാഗത ചെലവ് കുതിച്ചുയരും, വിലക്കയറ്റം തീപിടിക്കും. ലോകം സാമ്പത്തിക മാന്ദ്യത്തിന്റെ മറ്റൊരു ഇരുണ്ട ഇടനാഴിയിലേക്ക് തള്ളിവിടപ്പെടും. യുദ്ധങ്ങൾ ഇന്ന് വിപണികളിലാണ് നടക്കുന്നത്. ഒരു മിസൈൽ പതിക്കുന്നത് ഇറാനിലായിരിക്കാം, പക്ഷെ അതിന്റെ ആഘാതം അനുഭവിക്കുന്നത് ഇന്ത്യയിലെ തൊഴിലാളിയും ആഫ്രിക്കയിലെ കർഷകനും യൂറോപ്പിലെ ഉപഭോക്താവുമാകും. കാരണം ആധുനിക ലോകം പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഒരു വലിയ വലയമാണ്. ഒരു കണ്ണി പൊട്ടിയാൽ മുഴുവൻ ശൃംഖലയും തകർന്ന് തരിപ്പണമാകും. ഹോർമൂസ് അടയുന്നത് വെറുമൊരു വ്യാപാര പ്രശ്നമല്ല, അത് ഭീതിയുടെ രാഷ്ട്രീയം കൂടിയാണ്. ഇൻഷുറൻസ് നിരക്കുകൾ കുതിച്ചുയരും, കപ്പൽ ഗതാഗതം മന്ദഗതിയിലാകും, സമുദ്ര വ്യാപാരത്തിന്റെ സുരക്ഷ തന്നെ ചോദ്യം ചെയ്യപ്പെടും. മുൻപത്തെ സംഘർഷഘട്ടങ്ങളിലും കപ്പൽ ഗതാഗതവും ഇൻഷുറൻസ് ചെലവുകളും കനത്ത സമ്മർദ്ദം നേരിട്ടിരുന്നു. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു സത്യമാണ്: യുദ്ധം തുടങ്ങുമ്പോൾ ആരും ജയിക്കുന്നില്ല, തോൽക്കുന്നത് മനുഷ്യരാശിയാണ്. ഹോർമൂസിന്റെ ജലത്തിൽ നിന്ന് ഒഴുകുന്നത് എണ്ണ മാത്രമല്ല, ലോകത്തിന്റെ പ്രതീക്ഷകളും കൂടിയാണ്. ആ ജലം കലുഷിതമായാൽ ലോക സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ പോലും തകരും. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകം കാത്തിരിക്കുന്നത് മറ്റൊരു ആക്രമണ വാർത്തയല്ല, സമാധാനത്തിന്റെ ഒരു പ്രഖ്യാപനത്തെയാണ്. കാരണം ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നത് കപ്പലുകളെ മാത്രമല്ല തടയുക, ലോകത്തിന്റെ വളർച്ചയെയും ഭാവിയെയും സ്വപ്നങ്ങളെയും തടഞ്ഞു നിർത്തും. ഹോർമൂസിന്റെ തീരങ്ങളിൽ ഇന്ന് മുഴങ്ങുന്ന യുദ്ധവിളി നാളെയുടെ ലോകത്തെ മുഴുവൻ വിഴുങ്ങുന്ന കൊടുങ്കാറ്റായി മാറുമോ എന്ന ആശങ്കയിലാണ് മനുഷ്യരാശി.